വചനം 17 വാക്കർത്ഥം. വയൗമ ദിവസം, യഹ്ശുറുഹും അവൻ അവരെ ഒരുമിച്ചു കൂട്ടും, വമാ യാതൊന്നിനെയും യാതൊരുവരെയും, യഅ്ബുദൂന അവർ ആരാധിക്കുന്നു, മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ, ഫയഖൂലു എന്നിട്ട് അവൻ പറയും, ചോദിക്കും, അഅൻതും നിങ്ങളോ, അദ്ലൽതും വഴിപിഴപ്പിച്ചു, ഇബാദീ എൻ്റെ അടിയാന്മാരെ, ഹ ഉലായി ഇക്കൂട്ടരായ, അഥവാ ഈ, അം അതോ അഥവാ, ഹും അവർ തന്നെ, ളല്ലു പിഴച്ചിരിക്കുന്നുവോ, അസ്സബീല വഴി മാർഗം. ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل. അവരെയും അള്ളാഹുവിനു പുറമെ അവർ ആരാധിച്ചു വരുന്നതിനെയും അവൻ അഥവാ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, എന്നിട്ട് അവൻ ആരാധ്യവസ്തുക്കളോട് ചോദിക്കും, എൻ്റെ ഈ അടിയാന്മാരെ നിങ്ങൾ വഴിപിഴപ്പിച്ചതാണോ, അഥവാ അവർ തന്നെ വഴിതെറ്റിപ്പോയതോ? വചനം 18 വാക്കർത്ഥം. ഖാലു അവർ പറയും, സുബ്ഹാനക നീ വളരെ പരിശുദ്ധൻ, നിനക്ക് സ്തോത്ര കീർത്തനം, നിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. മാകാന യംബഗി അനുയോജ്യമായിരുന്നില്ല, യോജിക്കുന്നതല്ല അഥവാ നിവൃത്തിയില്ല, ലന ഞങ്ങൾക്ക്, അന്നത്തഖിദ ഞങ്ങൾ സ്വീകരിക്കുന്നത് ഏർപ്പെടുത്തുന്നത്, മിൻ ദൂനിക നിനക്കു പുറമെ, നിന്നെ കൂടാതെ, മിൻ ഔലിയാ യാതൊരു രക്ഷാകർത്താക്കളെയും ബന്ധുമിത്രങ്ങളെയും, വലാകിൻ പക്ഷേ എങ്കിലും, മത്തഅ്തഹും നീ അവർക്ക് സുഖഭോഗം നൽകി, അവരെ സൗഖ്യത്തിലാക്കി, വആബാഅഹും അവരുടെ പിതാക്കളെയും, ഹത്താ നസൂ അങ്ങനെ അവർ മറന്നുകളഞ്ഞു, മറക്കുന്നതുവരെ വിസ്മരിക്കുമാറ്, അദ്ദിക്ര ഉത്ബോധനം, പ്രമാണം, സ്മരണ, ഉപദേശം, വകാനു അവരായിത്തീരുകയും ചെയ്തു, ഖൗമൻ ഒരു ജനത, ബൂറൻ നശിച്ച നാശമടഞ്ഞ. قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا. അവർ അഥവാ ആരാധ്യവസ്തുക്കൾ പറയും, നീ വളരെ പരിശുദ്ധൻ, നിനക്ക് പുറമെ യാതൊരുവിധ രക്ഷകർത്താക്കളെയും സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല. പിന്നെ ഞങ്ങളെങ്ങനെ അവരെ അതിനു പ്രേരിപ്പിക്കും? പക്ഷേ അവർക്കും അവരുടെ പിതാക്കൾക്കും നീ സുഖഭോഗം നൽകി. അങ്ങനെ അവർ ഉത്ബോധനം മറന്നുകളയുകയും നശിച്ച ഒരു ജനതയായിത്തീരുകയും ചെയ്തിരിക്കുകയാണ്. വചനം 19 വാക്കർത്ഥം. ഫഖദ് കദ്ദബൂക്കും ഇപ്പോൾ, എന്നാൽ അവർ നിങ്ങളെ കളവാക്കിക്കളഞ്ഞു, ബിമാ തഖൂലൂന നിങ്ങൾ പറയുന്നതിൽ, ഫമാ തസ്തതിഊന ആകയാൽ ഇനി നിങ്ങൾക്ക് സാധ്യമാകയില്ല, സ്വർഫൻ തിരിച്ചുകളയുന്നതിന്, മാറ്റുന്നതിന്, വല നസ്റൻ സഹായത്തിനും സഹായം കിട്ടുവാനും ഇല്ല. വമൻ
ആരെങ്കിലും വല്ലവരും യദ്ലിം അക്രമം ചെയ്യുന്നതായാൽ മിൻകും നിങ്ങളിൽ നിന്ന് നുദിഖ്ഹു നാം അവന് ആസ്വദിപ്പിക്കും, അനുഭവിപ്പിക്കും, അദാബൻ ശിക്ഷ, കബീറൻ വലുതായ. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. അള്ളാഹു പറയും, ഇപ്പോൾ ഇതാ നിങ്ങൾ പറയുന്നതിൽ അവർ നിങ്ങളെ കളവാക്കി കഴിഞ്ഞു. ഇനി ശിക്ഷയെ തിരിച്ചു കളയുവാനാകട്ടെ സഹായം ലഭിക്കുവാനാകട്ടെ നിങ്ങൾക്ക് സാധ്യമാകുന്നതല്ല. ആർ നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിക്കുന്നുവോ അവനെ നാം വലുതായ ശിക്ഷ ആസ്വദിപ്പിക്കുന്നതാകുന്നു. 17 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഈ ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ആരാധ്യന്മാരെ കൊണ്ട് ഇവിടെ ഉദ്ദേശ്യം ചില വിഭാഗക്കാർ ആരാധിച്ചു വന്ന നബിമാർ, മലക്കുകൾ മുതലായവരാണെന്നാണ്. അവരുടെ മറുപടി നോക്കുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തിക്കൊണ്ട് അവർ നൽകുന്ന ആ മറുപടിയുടെ താൽപ്പര്യം ഇതാണ്: നീ അല്ലാത്ത ആരെയും രക്ഷാകർത്താക്കളും കൈകാര്യക്കാരുമായി സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ. എന്നിരിക്കെ ഞങ്ങളെ ആരാധിക്കുവാനും രക്ഷാകർത്താക്കളായി സ്വീകരിക്കുവാനും ഞങ്ങളെങ്ങനെ ആവശ്യപ്പെടും? പക്ഷേ സംഭവം മറ്റൊന്നാണ്. ഈ അവിശ്വാസികൾ അവർക്കും അവരുടെ മുൻഗാമികൾക്കും ലഭിച്ച ലൗകിക സുഖങ്ങളിൽ ലയിച്ച് സത്യോപദേശത്തെയും ദിവ്യോത്ബോധനത്തെയും വിസ്മരിച്ചു കളഞ്ഞു. അങ്ങനെ അവർ സ്വയം വഴിപിഴച്ച് നാശമടയുകയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ അവർ ആരാധിച്ചു വന്നതിൽ ഞങ്ങൾ നിരപരാധികളാകുന്നു. തങ്ങൾ ആരാധിച്ചു വന്നിരുന്നവരിൽ നിന്ന് അവർ ആരുതന്നെ ആയിരുന്നാലും ഈ മറുപടി കേൾക്കുമ്പോൾ ആ ആരാധകന്മാരുടെ നിരാശയും വ്യസനവും എത്രമാത്രമായിരിക്കും. ഈ അവസരത്തിൽ സർവാധിനാഥനായ അല്ലാഹു അവരെ അഭിമുഖീകരിച്ച് പറയുന്ന വാക്കുകളാണ് 19 വചനത്തിൽ കാണുന്നത്.